പത്തനംതിട്ട ചിറ്റാർ ഈരാംപാറയിൽ കാട്ടാന ശല്യത്തിന് പരിഹാരം. കോന്നി എം.എൽ.എ. കെ.യു. ജനീഷ് കുമാർ ഇടപെട്ട് സൗരോർജ്ജ വേലി നിർമ്മിച്ചതോടെയാണ് കാട്ടുകൊമ്പന്മാർ നാട്ടിലിറങ്ങുന്നതിന് അറുതി വന്നത്. വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണുവാൻ കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ മാറ്റം വേണമെന്നാണ് ചിറ്റാർ നിവാസികളും ആവശ്യപ്പെടുന്നത്. 2 മാസങ്ങൾക്ക് മുമ്പ് വരെ ചിറ്റാർ ഊരാംപാറയിലെ സ്ഥിരം കാഴ്ചയായിരുന്നു കാട്ടുകൊമ്പന്മാർ. കോന്നി എം.എൽ.എ. കെ.യു. ജനീഷ് കുമാർ ഇടപെട്ട് സൗരോർജ്ജ വേലി നിർമ്മിച്ചതോടെയാണ് കാട്ടാനക്കൂട്ടം നാട്ടിലേക്കുള്ള വരവ് നിർത്തിയത്. 20 ലക്ഷം രൂപ അനുവദിപ്പിച്ചുകൊണ്ട് 6 കിലോമീറ്റർ ദൂരം ഫെൻസിങ് ഇട്ടുകൊണ്ട് ഈ നാടിനെ സംരക്ഷിക്കാനെ കൊണ്ടുള്ളൊരു ഒരു വലിയ പ്രവർത്തനം. ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് സത്യത്തിൽ അത് മനസ്സിലാകുകയായിരുന്നു. ആ ഫെൻസിങ് ഇട്ടതിന് ശേഷം എനിക്ക് ഇവിടെ കാണുന്ന ഈ കയ്യാല ആന ഇവിടെ ചവിട്ടി മെതിച്ച് പോയിക്കൊണ്ടിരുന്ന കഴിഞ്ഞ 1.5 മാസമായിട്ട് ആന ഇതിലെ പോകുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കയ്യാല ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ. ചിറ്റാറിലെയും വന്യജീവി പ്രശ്നം പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല. കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ മാറ്റമാണ് ചിറ്റാറുകാരും ആവശ്യപ്പെടുന്നത്. 1972 ഈ വന നിയമം. അതിനുശേഷം 7 തവണ ഇത് അമെൻഡ് ചെയ്തു. ആ അമെൻഡ് ചെയ്തപ്പോഴും 5 തവണയും കോൺഗ്രസ് ആണ് അധികാരത്തിലിരുന്നത്. ജനങ്ങൾക്ക് യാതൊരു പ്രാധാന്യം കൊടുക്കാതാണ് കേന്ദ്ര വന നിയമം ഇങ്ങനെ നിലനിന്നുകൊണ്ട്. പത്തനംതിട്ട MP ആന്റോ ആന്റണി വനംവകുപ്പ് സ്ഥാപിച്ച ബോർഡ് പിഴുതെറിഞ്ഞപ്പോൾ സ്ഥലം MLA സൗരോർജ്ജ വേലി സ്ഥാപിക്കാൻ നടപടി സ്വീകരിച്ചു. എനിക്ക് പിന്നിൽ കാണുന്ന ഈ കക്കാട്ടർ വഴിയായിരുന്നു ഊരാംപാറയിലേക്ക് കാട്ടുകൊമ്പന്മാർ എത്തിയിരുന്നത്. ഇപ്പോൾ ഊരാംപാറ ശാന്തമാണ്. ഈ പുഴ പോലെ ശാന്തമാണ്. ചിറ്റാറിൽ നിന്ന് ക്യാമറമാൻ അഖിലേഷ് കുളമനൊപ്പം സുജിറ്റി ബാബു, കൈരളി ന്യൂസ്.